ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായി പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ച കേന്ദ്ര സർക്കാർ ഭരണഘടനയിലും തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലും ആവശ്യമായ പരിഷ്കാരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചത്. ജിബിനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ജിബിൻ, ഇപ്പോൾ ഇതാ നിർദ്ദേശം പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിക്കൊണ്ട് നിർദ്ദേശങ്ങൾ തേടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു. ഉന്നതാധികാര സമിതി ഇങ്ങനെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. ആദ്യം തന്നെ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? തീർച്ചയായും തന്നെ കീർത്തി, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ, ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ തുടങ്ങുകയും രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതിനൊരു ഉന്നതാധികാര സമിതി വരുന്നു. അതിൻ്റെ അധ്യക്ഷനായി മുൻ രാഷ്ട്രപതി തന്നെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ ഇത് ഒരു ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അത് എത്രയും വേഗം തന്നെ നടപ്പിലാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ അതിനായുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുക, അതായത് ഈ ഭരണഘടനയിലും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലും ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനായി പൊതുജനങ്ങളുടെ അഭിപ്രായം ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ പ്രധാനമായും തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായും തന്നെ എന്താണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഭരണഘടനയിലടക്കം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ അത് കൃത്യമായും തന്നെ ഭരണഘടനയിലടക്കം വലിയ മാറ്റങ്ങൾക്കൊക്കെ തന്നെ ചില നിയമപരിഷ്കാരങ്ങൾക്കൊക്കെ തന്നെ മാറ്റം വരുത്തേണ്ടതായി വരും. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. അതിനായുള്ള ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ ഈ ഒരു ഉന്നതാധികാര സമിതിയിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിരിക്കുന്ന ഉന്നതാധികാര സമിതിയിൽ സമിതി അംഗങ്ങളായിക്കൊണ്ട് അധീർ രഞ്ജൻ ചൗധരി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ വിവിധ പ്രതിപക്ഷ നേതാക്കളടക്കം ഉണ്ട് എങ്കിൽ തന്നെയും അവരൊന്നും തന്നെ ഈ മീറ്റിങ്ങിലൊന്നും തന്നെ പലപ്പോഴും പങ്കെടുത്തിരുന്നില്ല. ആദ്യ യോഗത്തിലടക്കം പങ്കെടുക്കാതെ ഇവരൊക്കെ തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തങ്ങളെ അറിയിക്കാതെയാണ് ഇത്തരത്തിലൊരു ഉന്നതാധികാര സമിതിയിൽ ചേർത്തത് എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷം ഈ യോഗമൊക്കെ തന്നെ നടക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു തിരക്കട്ട നീക്കത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ പ്രസക്തമായി തന്നെ എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് കീർത്തി. ജിബിൻ സൂചിപ്പിച്ചതുപോലെ വ്യാപക വിമർശനമായിരുന്നു ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടായത്. പല സംസ്ഥാനങ്ങളും എതിർപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ജിബിൻ പറഞ്ഞതുപോലെ ഈ ഉന്നതാധികാര സമിതിയിൽ ചേർത്തതിന് പ്രതിപക്ഷവും എതിർപ്പ് അറിയിച്ചതാണ്. ഇതിൽ നിന്നുമൊക്കെ എന്താണ് പ്രധാനമായും മനസ്സിലാക്കേണ്ടത്? ഇത്തരം നീക്കങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഒരു സമയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത്തരം നീക്കങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിൽ പോലും ഇത്തരം ശ്രമങ്ങൾ പൊതുജനങ്ങളുടെ അഭിപ്രായമൊക്കെ തേടുന്ന ഈ ഒരു ഘട്ടത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും തന്നെ കീർത്തി, ഈ ഒരു വിഷയത്തിൽ കൃത്യമായും തന്നെ കേന്ദ്ര സർക്കാർ അവരുടെ പ്രധാന അജണ്ടകളിൽ ഒന്നായി തന്നെ ഈ ഒരു വിഷയത്തെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലായി പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ ഈ ഒരു വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത് രാജ്യത്തിൻ്റെ വരും കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിനായുള്ള ചെലവുകൾ കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ് അവർ പലപ്പോഴായി മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ലക്ഷ്യത്തിലേക്ക് അവർ എത്തുമ്പോൾ അതിൻ്റെ പ്രധാന അജണ്ടയായി ഇതൊരു BJPക്ക് ഒരു നേട്ടമുണ്ടാക്കുക, വിവിധ സംസ്ഥാനങ്ങളിൽ അതോടൊപ്പം തന്നെ അവർക്ക് കടന്നു കയറാൻ സാധിക്കാത്ത സംസ്ഥാനങ്ങളടക്കം ഒരു നേട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ ഭാഗമായി മുന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ പലപ്പോഴായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് പൊതുജനങ്ങളിലേക്ക് മുമ്പിലേക്ക് വെക്കുമ്പോൾ പൊതുജനങ്ങൾ ഏതു തരത്തിൽ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടുന്നത്. അത്തരത്തിൽ ഈ ഒരു വിജ്ഞാപനത്തിലൂടെ കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നും ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുക, അതനുസരിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഇതിനായുള്ള ഭരണഘടനാ പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലടക്കം പരിഷ്കാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനായുള്ള തിരക്കിട്ട നീക്കങ്ങൾ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ശരി, ജിബിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്.